മനാഫുമായിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനാഫിന്റെ കയ്യിൽ ആ ഉപകരണം നമുക്ക് കാണാൻ കഴിയും. അത് ലോറിയുടെ ഉപകരണമാണ് എന്നൊരു സംശയം തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരു മനാഫാണ് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തേണ്ടത്. കാരണം നമ്മൾ കണ്ടിട്ട് അതൊരു ടാക്സിയാണ് നേരത്തെ കിട്ടിയതെങ്കിൽ അതിന്റെ ഭാഗമായ എന്തോ ആണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. മനാഫ് തന്നെ അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചത് സ്ഥിരീകരണത്തിന്റെ ഭാഗമായാണോ അങ്ങനെ ഒരു നീക്കം മനാഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് മനസ്സിപ്പോൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ജാക്കിന്റെ ഒന്നല്ല ഇത് മറ്റേ കണ്ടെയ്നറിന്റെ ലോക്കില്ലേ, കണ്ടെയ്നറിന്റെ ലോക്കാണ്. ട്രക്കിന്റെ ആണ്, ഞമ്മളതെല്ലാം തോന്നുന്നുണ്ട്. അർജുന്റെ അല്ല, ഇത് അർജുന്റെ ട്രക്കിന്റെ ഭാഗമല്ല എന്നതാണ് മനാഫ് പറയുന്നത്. പക്ഷെ മറ്റൊരു കണ്ടെയ്നർ ലോക്കർ എന്നതാണ് പറയുന്നത്. എന്താ ಈಗ ಮನಾಫ್ ಈಗ ಏನಂತ മനാഫ് ഇതെന്താണ്? അത് മറ്റേ കണ്ടെയ്നർ ലോക്കാ, കണ്ടെയ്നറിന്റെ ലോക്കാണത്. നമ്മുടെ വണ്ടിയുടെ അല്ലാന്നാണ് എന്റെ ഇത്. അത് യൂസ് ചെയ്തിട്ടില്ല, അധികം ഉപയോഗിക്കാത്ത സാധനമാണത്. അത് അധികം യൂസ് ചെയ്യാത്ത സാധനമാണ്. അത് നമ്മളതല്ല, എന്തായാലും ആവാനാണ് ചാൻസ്. ഇനി ആര് മറ്റേ എന്താ പറയുക, ഭാരത് ബൻസ് അങ്ങനത്തെ ഒരു സാധനം ഫ്രീ ആയിട്ട് വണ്ടിയിൽ വെക്കുന്നുണ്ടോന്നുള്ള എനിക്കറിയില്ല. നമുക്ക് അത് ഉപയോഗമുള്ള സാധനം അല്ല അത്. ഒന്ന് ഇതെപ്പോ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. കണ്ടാളി അത് നമ്മുടെ വണ്ടി അങ്ങനെയുള്ളതല്ല. അല്ല, ഞമ്മക്ക് യൂസ് ഉള്ള സാധനം അല്ല അത്. അത് വലിയ ഷാക്കിൾ. അത് എനിക്ക് തോന്നുന്നത് അത് ആ ടാങ്കർ ലോറിന്റെ അതന്നെ. അതാണ് ഇപ്പൊ മനാഫ് പറയുന്നത്. ഇത് ഒരു ടാങ്കർ ലോറിയെ ഈ സ്ഥലത്ത് തന്നെ കാണാതായിരുന്നു. ആ ടാങ്കർ ലോറിയുടെ ഭാഗമാണ് എന്നതാണ്, അതിന്റെ ലോക്കാണെന്നതാണ് ഇപ്പോൾ മനാഫ് പറയുന്നത്. അതിനല്ലാതെ അത് അർജുൻ ഉപയോഗിച്ച ലോറിയുടെ ഭാഗമല്ല, ട്രക്കിന്റെ ഭാഗമല്ല എന്നതാണ് ഇപ്പോൾ മനാഫ് തന്നെ വ്യക്തമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ലോറിയുടെ ഭാഗമാണ്, ട്രക്കിന്റെ ഭാഗമാണ്, അതിന്റെ ഒരു ലോക്കാണ്. പക്ഷെ അത് അർജുൻ ഉപയോഗിച്ച വാഹനത്തിന്റേതല്ല എന്നൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ മനാഫ് തന്നെ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പറയുന്ന ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം മറ്റൊരാളുമാണ് പുഴയിൽ നിന്ന് തെരച്ചിൽ നടത്തുന്നത്. ആദ്യം ഈശ്വർ മാൽപ്പ ഇറങ്ങി. ഈശ്വർ മാൽപ്പ ആ പുഴയിൽ മുങ്ങി ഏതാണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം കയറി വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു ഉപകരണം കിട്ടുകയും അത് മനാഫിനെ ഏൽപ്പിക്കുകയും ചെയ്തത്. പക്ഷെ മനാഫ് അത് സംബന്ധിച്ച് അത് തന്റെ വാഹനത്തിന്റേതല്ല എന്നൊരു സ്ഥിരീകരണം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് വീണ്ടും ഇറങ്ങുകയാണ് ഈശ്വർ മാൽപ്പ ഒറ്റയ്ക്കാണ് അല്ല, മറ്റൊരാൾ കൂടി ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം ഇറങ്ങുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി 2 ഇടങ്ങളിലായാണ് ഇവർ രണ്ടുപേരും ഇപ്പോൾ പരിശോധന നടത്തുക. അങ്ങനെ 2 ഇടങ്ങളിൽ പരിശോധന ഒരേ സമയം നടത്തി കൂടുതൽ എന്തെങ്കിലും ലോറിയുടെ ഭാഗമായി കണ്ടെത്താൻ കഴിയുമോ എന്ന് തന്നെയാണ് ഇന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുന്നത്. അങ്ങനെ ഈ പറയുന്ന ഈശ്വർ മാൽപ്പ ഇറങ്ങി ഏതാണ്ട് 10 മിനിറ്റിന് ശേഷം കയറി വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് കയ്യിൽ ഇങ്ങനെ ഒരു ഉപകരണം കണ്ടെത്തി. പക്ഷെ അത് ഈ പറയുന്ന അർജുന്റെ വാഹനത്തിന്റേതല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ